വെൽക്കം ടു മാസ്റ്റർ കീ അക്കാഡമി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജി പാർട്ടിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കഷൻ ആണ്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസറിൻ്റെ സിലബസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സിലബസിനനുസരിച്ചുള്ള കുറച്ച് ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല ഒരു പൊസിഷൻ തന്നെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം. അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പറഞ്ഞു തരാം. ഓക്കെ, ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് which of the following are the causes of regional disparities in India? താഴെ തന്നിരിക്കുന്ന കാരണങ്ങളിൽ ഇന്ത്യയിലെ റീജിയണൽ ഡിസ്പാരിറ്റീസ് റീജിയണൽ ഡിസ്പാരിറ്റീസ് ഇൻ ഇന്ത്യ അതിന് കാരണമായിട്ട് വരുന്ന കാരണങ്ങളിൽ ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ കോസസ് ഓഫ് റീജിയണൽ ഡിസ്പാരിറ്റീസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ റീജിയണൽ ഡിസ്പാരിറ്റീസിന് കാരണമാകുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ജോഗ്രാഫിക്കൽ ഫാക്ടേഴ്സ്, ആൻഡ് ഓപ്ഷൻ സി ഡിസ്റ്റൻസ് ഫ്രം നാഷണൽ മാർക്കറ്റ്സ് ആൻഡ് മേജർ കൊമേഴ്ഷ്യൽ സെൻറ്റേഴ്സ്, ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. അപ്പോൾ റീജിയണൽ ഡിസ്പാരിറ്റീസ് പ്രാദേശിക വ്യത്യാസത്തിന് കാരണമാകുന്ന കാരണങ്ങൾ അപ്പോൾ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ഉണ്ടോ, ജോഗ്രാഫിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടോ, ഡിസ്റ്റൻസ് ഫ്രം നാഷണൽ മാർക്കറ്റ് ആൻഡ് മേജർ കൊമേഴ്ഷ്യൽ സെൻറ്റേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഓൾ ഓഫ് ദി എബോവ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ആൻസർ ഡി ആണ്. അതായത് മേലെ പറഞ്ഞ എല്ലാ കാരണങ്ങളും എന്തിന് കാരണമാണ്? നമ്മുടെ ഇന്ത്യയിലുള്ള റീജിയണൽ ഡിസ്പാരിറ്റീസിന് കാരണമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ചരിത്രപരമായ പെർസ്പെക്റ്റീവുകൾ, ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ, അതുപോലെ തന്നെ മേജർ കൊമേഴ്ഷ്യൽ സെൻറ്റേഴ്സും നാഷണൽ മാർക്കറ്റും തമ്മിലുള്ള ദൂരം, ഇതൊക്കെ എന്തിന് കാരണമാകുന്നുണ്ട്? ഇന്ത്യയിലുള്ള പ്രാദേശിക വ്യത്യാസത്തിന് കാരണമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ വേറെ ഒരുപാട് കാരണങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് അതായത് നമ്മുടെ പ്രകൃതി വിഭവങ്ങളുടെ ഒരു അൺഈവൻ ആയിട്ടുള്ള ഒരു വിതരണം എന്തിന് കാരണമാവുന്നുണ്ട്? നമ്മുടെ റീജിയണൽ ഡിസ്പാരിറ്റീസിന് കാരണമാവുന്നുണ്ട്. രണ്ടാമത് കാരണം എന്താ പറയുന്നത്? ഡിസ്റ്റൻസ് ഫ്രം നാഷണൽ മാർക്കറ്റ് ആൻഡ് മേജർ കൊമേഴ്ഷ്യൽ സെൻറ്റേഴ്സ് മേജർ ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ സെൻറ്റേഴ്സും നാഷണൽ മാർക്കറ്റുകളും തമ്മിലുള്ള ഒരു ദൂരം എന്തിന് കാരണമാവുന്നുണ്ട്? നമ്മുടെ റീജിയണൽ റീജിയണൽ വ്യത്യാസത്തിന് കാരണമാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ അടുത്തത് ലാക്ക് ഓഫ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ അതായത് ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു കുറവും എന്തിന് കാരണമാവുന്നുണ്ട്? ഈ ഒരു റീജിയണൽ ഡിസ്പാരിറ്റീസിന് കാരണമാവുന്നുണ്ട്. അടുത്താണ് പുവർ ഗവർണൻസ് നമ്മുടെ ഭരണം അല്ലെങ്കിൽ കാര്യക്ഷമത ഇല്ലാത്ത ഒരു ഭരണം ഇതിന് കാരണമാവുന്നുണ്ട്. ലോ ആൻഡ് ഓർഡർ പ്രോബ്ലംസ് നമ്മുടെ നിയമത്തിലും നമ്മുടെ ക്രമത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതിന് കാരണമാകുന്നുണ്ട്. ഇൻഎബിലിറ്റി ടു മേക്ക് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് നാഷണൽ റിസോഴ്സസ് നമ്മുടെ ദേശീയ വിഭവങ്ങളുടെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ്റെ ഒരു ഇൻഎബിലിറ്റി അതും എന്തിന് കാരണമാവുന്നുണ്ട്? നമ്മുടെ റീജിയണൽ ഡിസ്പാരിറ്റീസിന് കാരണമാവുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ലാക്ക് ഓഫ് വിഷൻ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ കുറവ്, വിഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗോളിൻ്റെ കുറവ് എന്തിന് കാരണമാവുന്നുണ്ട്? റീജിയണൽ ഡിസ്പാരിറ്റീസിന് കാരണമാകുന്നുണ്ട്. ഇറ്റ് ഓൾസോ ഡിസ്കറേജ് ഡെവലപ്മെന്റ് ആൻഡ് ഗിവ് റൈസ് ടു ഡിസ്പാരിറ്റീസ് അപ്പോൾ ഇതൊക്കെ എന്തിന് കാരണമാകുന്നുണ്ട്? പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് കാരണമാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സോഷ്യോളജിയിലെ സോഷ്യൽ പ്രോബ്ലംസ് എന്ന് പറയുന്ന ഒരു ഏരിയാസിൽ നിന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എൻവിയോൺമെന്റൽ പൊല്യൂഷൻ ക്യാൻ ബി കൺട്രോൾഡ് ബൈ അതായത് എൻവിയോൺമെന്റൽ പൊല്യൂഷൻ നമുക്ക് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ചെക്ക് ഇൻ അറ്റോമിക് ബ്ലാസ്റ്റ് അറ്റോമിക് ബ്ലാസ്റ്റുകൾ ചെക്ക് ചെയ്തുകൊണ്ട്. ബി മാനുഫാക്ചറിങ് ഇലക്ട്രിക് വെഹിക്കിൾസ് നമുക്ക്
ഇലക്ട്രിക് വെഹിക്കിൾസ് മാനുഫാക്ചർ ചെയ്തുകൊണ്ട് സ്വീയേജ് ട്രീറ്റ്മെൻറ്റ് ഓൾ ഓഫ് ദി എങ്ങനെയാണ് നമുക്ക് എൻവിയോൺമെൻറ്റ് പൊല്യൂഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? ബേസിക് ആയിട്ടുള്ള നമുക്കൊക്കെ അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ. എങ്ങനെയാണ് നമുക്ക് പാരിസ്ഥിതിക മലിനീകരണം നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുക? എങ്ങനെയാണ് നമുക്ക് ഇല്ലാതാക്കാൻ കഴിയത്തില്ല, എങ്ങനെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുക എന്നാണ് ചോദിക്കുന്നത്. അറ്റോമിക് ബ്ലാസ്റ്റുകൾ ചെക്ക് ചെയ്തുകൊണ്ടോ, ഇലക്ട്രിക് വെഹിക്കിൾസ് മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടാണോ, സ്വീയേജ് ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടാണോ, എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് ഡി ആണ് അല്ലേ. ഓൾ ഓഫ് ദി എബോവ് ആണ് വരുന്നത്. നമുക്ക് അറ്റോമിക് ബ്ലാസ്റ്റുകൾ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, ഇലക്ട്രിക് വെഹിക്കിൾസ് അല്ലേ. ഇപ്പോൾ ഇ വിയുടെ ഒരു ബ്ലാസ്റ്റിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. പല കൈൻഡ് ഓഫ് നമ്മുടെ ബൈക്കിൽ, കാറിൽ പല ടൈപ്പ് ഓഫ് വാഹനങ്ങൾ ഇലക്ട്രിക് വെഹിക്കിൾസിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് ഈ ഇലക്ട്രിക് വെഹിക്കിൾസിന് നമ്മുടെ രാജ്യം എന്ത് കൊടുക്കുന്നുണ്ട്? ഇൻഷുറൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇൻഷുറൻസ് മാത്രമല്ല, സബ്സിഡികൾ കൊടുക്കുന്നുണ്ട് അല്ലേ. സബ്സിഡി കൊടുക്കുന്നത് എന്തിനാണ് സബ്സിഡി കൊടുക്കുന്നത്? ഇപ്പം നമ്മുടെ സോളാർ പാനലിന് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് എന്ത് കൊടുക്കുന്നുണ്ട്? ഈ പറയുന്ന സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. സബ്സിഡി കൊടുക്കുന്നത് വഴി അതിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സോളാർ പാനൽ മിനിമം ഒരു ചെറിയൊരു ലെവലിൽ വെക്കണമെങ്കിൽ ഏകദേശം ഒരു 2 lakhിൻ്റെ അടുത്ത് ചിലവാകും. അതിലൊരു 70,000 നമുക്ക് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ ആളുകൾക്ക് എന്താകുന്നത്? ഓക്കെ, നമുക്ക് അതൊരു കൈത്താങ്ങാണ്. പിന്നെ നമുക്ക് കറണ്ട് ചാർജ് വരുന്നില്ല. അതുപോലെ തന്നെയാണ് ഇലക്ട്രിക് വെഹിക്കിളും, അതിന് സബ്സിഡി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ അത് വാങ്ങാനുള്ള ഒരു കൈൻഡ് ഓഫ് മൈൻഡ് അവർക്ക് ഉണ്ടായിരിക്കും അല്ലേ. ആ ഒരു കൈൻഡ് ഓഫ് മൈൻഡ് അവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ആളുകൾ വാങ്ങും. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ പെട്രോൾ വണ്ടി അല്ലെങ്കിൽ ഡീസൽ വണ്ടികൾ, ഈ പറയുന്ന ഫ്യൂവലിൽ ഓടുന്ന വണ്ടികൾ ഒപ്പം തന്നെ നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിളും നമുക്ക് കാണാൻ സാധിക്കും. എത്രത്തോളം ആളുകളുടെ ചിന്താഗതി മാറിക്കഴിഞ്ഞു. അത് നമ്മുടെ എൻവിയോൺമെൻറ്റൽ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേ ആണ്. പിന്നെ സ്വീവേജ് ട്രീറ്റ്മെൻറ്റ്, അതും എന്തിൽ വരുന്നതാണ്? നമ്മുടെ എൻവിയോൺമെൻറ്റൽ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മാർഗമാണ് എന്നാണ് പറയുന്നത്. Environmental pollution controls often include the management of land development and the design of transportation system so as to reduce pollution. Environmental pollution എന്തിനൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്? മാനേജ്മെൻറ്റ് ഓഫ് ലാൻഡ് ഡെവലപ്മെൻറ്റ് അല്ലേ. ലാൻഡ് ഡെവലപ്മെൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ദ ഡിസൈൻ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം അല്ലേ. നമ്മുടെ ഗതാഗത സംവിധാനത്തിൻ്റെ ഒരു ഡിസൈനിങ്, ഇതിലൂടെയൊക്കെ നമുക്ക് എന്തിന് സാധിക്കും? നമ്മുടെ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് വാട്ട് ഈസ് എൻവിയോൺമെൻറ്റൽ പ്ലാനിങ് അല്ലേ. എന്താ എൻവിയോൺമെൻറ്റൽ പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? The management of land development and the design of transportation system are key components of environmental pollution control. നമ്മൾ നമ്മുടെ ഭൂമിയെ എങ്ങനെയൊക്കെയാണ് വികസിപ്പിക്കുന്നത്, ആ വികസനത്തിൻ്റെ ഒരു ഡിസൈൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ വികസനത്തെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, നമ്മുടെ ഗതാഗത മാർഗത്തെ നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു, ഇതൊക്കെ നമ്മുടെ എൻവിയോൺമെൻറ്റ് പൊല്യൂഷനെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. എൻവിയോൺമെൻറ്റൽ പൊല്യൂഷൻ ഈസ് ഡിഫൈൻഡ് ആസ്, എന്താണ് പാരിസ്ഥിതിക മലിനീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ കണ്ടാമിനേഷൻ ഓഫ് ദി ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ കോമ്പണൻസ് ഓഫ് ദി എർത്ത് ഓർ അറ്റ്മോസ്ഫിയർ സിസ്റ്റം ടു സച്ച് ആൻ എക്സ്റ്റെൻറ്റ് ദാറ്റ് നോർമൽ എൻവിയോൺമെൻറ്റൽ പ്രോസസ് ആർ അഡ്വേഴ്സ്ലി അഫക്റ്റഡ് അല്ലേ. എൻവിയോൺമെൻറ്റൽ പൊല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ കോമ്പണൻസിൻ്റെ ഒരു കണ്ടാമിനേഷൻ അല്ലേ. ഫിസിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ കോമ്പണൻസിൻ്റെ ഒരു കണ്ടാമിനേഷൻ ആണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? എർത്ത് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ സിസ്റ്റത്തിന് അല്ലേ, എർത്ത് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ സിസ്റ്റത്തിൻ്റെ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ ഘടകങ്ങൾ അടങ്ങുന്ന ഒരു കണ്ടാമിനേഷൻ ആണ് എൻവിയോൺമെൻറ്റൽ പൊല്യൂഷൻ. സച്ച് ആൻ എക്സ്റ്റെൻറ്റ് ദാറ്റ് നോർമൽ എൻവിയോൺമെൻറ്റൽ പ്രോസസ് ആർ അഡ്വേഴ്സ്ലി അഫക്റ്റഡ് അല്ലേ. ഇപ്പോൾ ഈ ഫിസിക്കലോ ബയോളജിക്കലോ ആയിട്ടുള്ള ഈ കോമ്പണൻസ് നോർമലായിട്ട് നടക്കുന്ന എൻവിയോൺമെൻറ്റിലെ കാര്യങ്ങളെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എൻവിയോൺമെൻറ്റൽ പൊല്യൂഷൻ എന്ന് പറയാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇൻ വിച്ച് ഏജ് ഗ്രൂപ്പ് ഡ്രഗ് അഡിക്ഷൻ ഈസ് എ മേജർ പ്രോബ്ലം അല്ലേ. താഴെ തന്നിരിക്കുന്ന ഏജ് ഗ്രൂപ്പിൽ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. അത് ഏത് ഏജ് ഗ്രൂപ്പിലാണ് അല്ലേ? നമുക്ക് കണ്ണ് ചിമ്മി പറയാൻ പറ്റുന്ന ഒരു ആൻസർ ആണ് അല്ലേ. ഇത് ചൈൽഡ്ഹുഡ് ആണോ, അഡോളസൻസ് ആണോ, അഡൾട്ട്ഹുഡ് ആണോ, ഓൾഡ് ഏജ് ആണോ? ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഡ്രഗ് അഡിക്ഷൻ ഒരു മേജർ പ്രോബ്ലം ആയിട്ട് വരുന്ന ഏജ് ഗ്രൂപ്പ് ഏതാണ്?
നമുക്കറിയാം ഏതായിരിക്കും നമ്മുടെ അഡോളസൻസ് പീരീഡ് ആയിരിക്കും അല്ലേ. ആൻസർ ബി ആണ് വരുന്നത്. അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത് സ്ട്രെസ്സിൻ്റെയും സ്റ്റോമിൻ്റെയും കാലഘട്ടമാണെന്ന് പറയും അല്ലേ. അതായത് അത്രത്തോളം ഫിസിക്കലി ബയോളജിക്കലി മെൻ്റലി ഒക്കെ ഒരു കുട്ടിക്ക് മാറ്റങ്ങൾ വരുന്ന ഒരു ഘട്ടമാണ് അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത്. കൂടുതൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താണ്? പിയർ ഗ്രൂപ്പുകളായിരിക്കും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പിയർ ഗ്രൂപ്പ് മീൻസ് സമപ്രായക്കാർ. അതായിരിക്കും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒരിക്കലും പാരൻസിൻ്റെ കേട്ട് ചിന്തിക്കുന്ന ആളുകളോ പ്രവർത്തിക്കുന്ന ആളുകളോ ആയിരിക്കില്ല അല്ലേ. നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് എന്ന് പാരൻസിനോട് പറയുന്ന ആളുകളായിരിക്കും. ഞാൻ ചെയ്യുന്നതാണ് ശരി. പിന്നെ തൻ്റെ റോൾ എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ കുട്ടികളായിരിക്കും അല്ലേ. അതായത് ഞാൻ എന്ത് ചെയ്യണം? ഇപ്പോൾ ഒരു കല്യാണ വീട്ടിൽ പോയി, ഒരു മാരേജ് ഫംഗ്ഷൻ അവർ പോയി, അവർ ജസ്റ്റ് ഒരു ജഗ്ഗിൽ വാട്ടർ എടുത്തിട്ട് ഒരു നമ്മൾ ജഗ്ഗിൽ വാട്ടർ എടുത്ത് ഇങ്ങനെ കൊടുക്കുമല്ലോ കല്യാണ വീട്ടിൽ. അപ്പോൾ അതങ്ങനെ കൊടുക്കുന്ന സമയത്ത് ദേ ആർ സ്റ്റിൽ കൺഫ്യൂസ്ഡ്. അവരങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചിലർ ചോദിക്കും, നീ എന്താ ചെറിയ കുട്ടിയാണോ ഇങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വയ്ക്കും. അപ്പോൾ ഇനി അത് ഒഴിച്ചു കൊടുക്കാൻ നമ്മൾ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കും എന്തെങ്കിലുമൊക്കെ പണിയെടുത്തോളൂ, ഇത്രയും വലുതായാലും വയ്ക്കും അല്ലേ. അപ്പോൾ അതാണ് അഡോളസൻസ് പീരീഡ്. ചൈൽഡ്ഹുഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നതും ചെയ്തു, എന്നാൽ അഡൾട്ട്ഹുഡിലോട്ട് എത്തിയിട്ടുമില്ല. അങ്ങനത്തെ ഒരു പീരിയഡ് ഓഫ് ട്രാൻസിഷനിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ദേ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്ട്രെസ്, സ്റ്റോം, ഓക്കെ, പല ടൈപ്പ് ഓഫ് സ്ട്രെസ്സുകൾ അവരെന്ത് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് അവർ അനുഭവിക്കുന്നത് ദേ ആർ എക്സ്പീരിയൻസിങ് ദ റോൾ കൺഫ്യൂഷൻ, മെയിൻലി ദ റോൾ കൺഫ്യൂഷൻ. ഞാൻ എന്ത് ചെയ്യണം, എന്താണ് എൻ്റെ റോള്, സൊസൈറ്റിയിൽ എന്താണ് എൻ്റെ റോള് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് അഡോളസൻസ്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നതാണ് ശരി, എൻ്റെ കൂട്ടുകാർ ചെയ്യുന്നതാണ് ശരി, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരത്തികൾ ചെയ്യുന്നതാണ് ശരി എന്ന് ചിന്തിക്കുന്നവരായിരിക്കും. അപ്പോൾ എപ്പോഴും സ്മോക്കിംഗ് ഒക്കെ കുട്ടികൾക്ക് എങ്ങനെയാണ് വരുന്നത്? ഒപ്പമുള്ള ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ട് ഒരു കൗതുകത്തിൽ തുടങ്ങും അല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് ഡ്രഗ് അഡിക്ഷൻ പോലെ ഇറ്റ്സ് എ കോമൺ പ്രാക്ടീസ് ഇൻ അഡോളസൻസ് അല്ലേ. ഇപ്പം എന്തായിട്ടുണ്ട്? അഡോളസൻസ് പീരീഡിൽ ഒരു കോമൺ പ്രാക്ടീസ് ആയിട്ട് ഡ്രഗ് അഡിക്ഷൻ മാറിയിട്ടുണ്ട്. ആസ് അഡോളസൻസ് ഈസ് അക്കമ്പനീഡ് ബൈ സെവറൽ ബയോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് അല്ലേ. ഞാൻ പറഞ്ഞു അഡോളസൻസ് എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടും അതുപോലെ തന്നെ ജീവശാസ്ത്രപരമായിട്ടൊക്കെ പല മാറ്റങ്ങളും വരുന്നൊരു കാലഘട്ടമാണ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് വൾണറബിൾ ഫേസ് ഓഫ് മെൻ്റൽ ആൻഡ് സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ അല്ലേ. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വളരെ വൾണറബിൾ ആയിട്ടുള്ളൊരു ഫേസാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. ക്യൂരിയോസിറ്റി, നീഡ് ഫോർ അഡ്വെഞ്ചർ ആൻഡ് എക്സ്പീരിമെൻറ്റേഷൻ മോട്ടിവേറ്റ് യങ്സ്റ്റർ ടുവേർഡ്സ് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ് അല്ലേ. എന്തെങ്കിലും ഒരു കാര്യം ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ദേ ഫീൽ ക്യൂരിയോസിറ്റി ഓർ ദേ ഫീൽ വെരി അഡ്വെഞ്ചർ ടു എക്സ്പീരിയൻസ് ദാറ്റ് അല്ലേ. ഓ ഞാനതൊന്ന് ഉപയോഗിച്ച് നോക്കാം, എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ, എങ്ങനെയായിരിക്കും, വെറുതെ ഒന്ന് നോക്കി നോക്കുക. അങ്ങനെ വെറുതെ നോക്കി നോക്കുക എന്നുള്ളത് തുടങ്ങുന്നതാണ് പല ടൈപ്പ് ഓഫ് ഡ്രഗ് അബ്യൂസസും അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷനും എന്ന് പറയുന്നത് അല്ലേ. ആദ്യം ചെറുതിൽ തുടങ്ങും, പിന്നെ വലുതിലോട്ടാകും, പിന്നെ ഇത് നിർത്താൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അല്ലേ. അങ്ങനെയാണ് ഈ ചെറുപ്പത്തിലാണ്. പിന്നെ ഫാമിലിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റും കൂടുതലായിട്ട് ഉണ്ടായിരിക്കും അല്ലേ. വീട്ടിലങ്ങനെ അച്ഛനോ അമ്മയോ അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അതും അവരെ എന്ത് ചെയ്യും, ഇത് ഉപയോഗിക്കാൻ മോട്ടിവേറ്റഡ് ആക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൂ ക്യാൻ ഫയൽ എ പെറ്റീഷൻ ഫോർ ഡൈവോഴ്സ് അണ്ടർ ദ ഡൈവോഴ്സ് ആക്ട് 1869? 1869 ഡൈവോഴ്സ് ആക്ട് പ്രകാരം ആർക്കാണ് ഒരു ഡൈവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിക്കുന്നത്. ഹസ്ബൻഡ് ഓൺലി, വൈഫ് ഓൺലി, ഏതർ ഹസ്ബൻഡ് ഓർ വൈഫ്, നൺ ഓഫ് ദി എബവ്. അപ്പോൾ 1869 ഡൈവോഴ്സ് ആക്ട് പ്രകാരം ആർക്കാണ് ഒരു ഡൈവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ കഴിയുക? ആൻസർ വരുന്നത് സി ആണ് അല്ലേ. ഏതർ ഹസ്ബൻഡ് ഓർ വൈഫ്, ഹസ്ബൻഡിനാവാം വൈഫിനാവാം അല്ലേ. ദ ഡൈവോഴ്സ് ആക്ട് 1869 ഈസ് എ ലോ ദാറ്റ് ഗവേൺസ് ഡൈവോഴ്സ് ഇൻ ഇന്ത്യ. Under this act, either the husband or the wife can file a petition for divorce അല്ലേ. ആർക്ക് വേണമെങ്കിൽ, വൈഫിനോ ഹസ്ബൻഡിനോ ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡൈവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റും. This means that either party can initiate the legal process of divorce by submitting a formal request to the court അല്ലേ. കോർട്ടിൽ ഒരു ഫോമൽ റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യാണ്. The court will then consider the petition and make a decision based on the evidence and arguments presented. പിന്നീട് കോർട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ ഈ ഒരു പെറ്റീഷൻ നോക്കിയിട്ട് അതിൻ്റെ എവിഡൻസും ആർഗ്യുമെൻറ്റ്സും ഒക്കെ അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡിന് വേണമെങ്കിലും വൈഫിന് വേണമെങ്കിലും 1869 ഡൈവോഴ്സ് ആക്ട് പ്രകാരം ഡൈവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാം. അതാണ് അതിൻ്റെ സാരാംശം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഡീൽസ് വിത്ത് അല്ലേ. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്തിനെയാണ് ഡീൽ ചെയ്യുന്നത്?
ഓപ്ഷൻ എ അഡോപ്ഷൻസ് ആൻഡ് മെയിൻ്റനൻസ്, അതായത് ദത്തെടുക്കുക. ദെൻ ഓപ്ഷൻ ബി ദ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ, അല്ലേ, വുമൻസിൻ്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് കണ്ട്. ആൻഡ് ഓപ്ഷൻ സി പാർട്ട്ണർഷിപ്പ്, അല്ലേ, പാർട്ട്ണർഷിപ്പിനെ കുറിച്ചാണോ. ആൻഡ് ഓപ്ഷൻ ഡി കാസ്റ്റ് ഡിസബിലിറ്റീസ്, അല്ലേ, ജാതീയപരമായിട്ടുള്ള വിവേചനങ്ങൾ അല്ലെങ്കിൽ വൈകല്യങ്ങൾ, ഇതിനെക്കുറിച്ച്. അപ്പോൾ ഇതിലേതാണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഡീൽ ചെയ്യുന്നത്? സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ആൻസർ ഏതാ വരുന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് വുമണുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലേ, ആൻസർ ബി ആണ് വരുന്നത്, അല്ലേ. ദ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005, ആ ഇയർ ഒന്ന് ആലോചിച്ച് വെച്ചോ. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 പുതിയ സിലബസ് പ്രകാരം സോഷ്യൽ പ്രോബ്ലംസ് എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്കുണ്ട്. അതിൽ ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ആ ആക്ട് നമുക്ക് പഠിക്കാനുണ്ട്. ആ ആക്ടിൻ്റെ വർഷം എന്ന് പറയുന്നത് 2005 ആണ്. Was enacted by the Parliament of India to provide for more effective protection of the rights of women guaranteed under the Constitution who are victims of violence of any kind occurring within the family and other related incidents. അല്ലേ, ഈ 2005 ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം ഇന്ത്യ പാർലമെൻറ്റ് പറയുന്നത് കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ടുള്ള പ്രൊട്ടക്ഷൻ, അതായത് വുമൻസിൻ്റെ അവകാശങ്ങളെ ഭരണഘടനാപരമായി ഗ്യാരണ്ടി ചെയ്യാൻ കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ടുള്ള പ്രൊട്ടക്ഷനാണ് അവർക്ക് കൊടുക്കുന്നത്, അല്ലേ. ഇപ്പോൾ വീട്ടിലോ തൻ്റെ കുടുംബത്തിലോ എന്തെങ്കിലും തരത്തിലുള്ള വയലൻസിനോ അബ്യൂസിനോ ഈ പറയുന്ന സ്ത്രീകൾ ഡൗറി മുഖേനയോ ഒക്കെ അവർ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കുള്ള ഒരു സംരക്ഷണമായിട്ടാണ് ഈ ഒരു ആക്ട് എന്ത് ചെയ്യുന്നത് 2005 പാസ്സാക്കിയിട്ടുള്ളത്. The act recognizes domestic violence as a human rights violation. അപ്പോൾ ഈ ആക്ട് പ്രകാരം പറയുന്നത് നമ്മുടെ ഗാർഹിക പീഡനം അഥവാ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് അതൊരു ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ആണ്, അല്ലേ. അതായത് നമ്മുടെ മനുഷ്യ അവകാശങ്ങളുടെ ഒരു വയലേഷൻ ആയിട്ടാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിനെ പറയുന്നത്. Any act of gender-based violence against women that causes or is likely to cause them physical, sexual or emotional injury or suffering, including threats of such action, coercion or arbitrary deprivation of liberty, whether in public or private, is known as domestic violence. Like, one second. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്, എനി ആക്ട്, അല്ലേ. ഇപ്പോൾ എനി ആക്ട് ഓഫ് ജെൻഡർ ബേസ്ഡ് വയലൻസ് എഗൻസ്റ്റ് വുമൺ, ജെൻഡർ ബേസ് ചെയ്തുകൊണ്ട് വുമൻസിന് എന്തെങ്കിലും തരത്തിലുള്ള വയലൻസ് നേരിടുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, അത് ഫിസിക്കൽ ആവാം, സെക്ഷൽ ആവാം, ഇമോഷണൽ ഇഞ്ചുറി ആവാം, അങ്ങനെ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്റ്റാണ് ഈ ഒരു ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് റെഫേഴ്സ് ദ ടേം ഡൊമസ്റ്റിക് ഇൻ ഡൊമസ്റ്റിക് വയലൻസ്, അല്ലേ. ഡൊമസ്റ്റിക് വയലൻസിൽ ആ ഒരു ആക്ടിൽ എന്താണ് ഈ ഡൊമസ്റ്റിക് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൽ എന്താണ് ഡൊമസ്റ്റിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മലയാളത്തിൽ നമ്മൾ ഗാർഹികം എന്ന് പറയും, അല്ലേ. നോക്കാം. ഓപ്ഷൻ എ, ഇറ്റ് ഇൻക്ലൂഡ്സ് എ ഹൗസ് ആൻഡ് ഓൾ ദ ലിവിങ് ആൻഡ് നോൺ ലിവിങ് മെമ്പേഴ്സ് വിത്തിൻ ദ ഹൗസ്. ഇത് ഒരു വീടാണ്, അതിൽ ജീവിച്ചിരിക്കുന്നതും ജീവിച്ചിരിക്കാത്തതുമായ എല്ലാ മെമ്പേഴ്സിനെയും ഈ ഹൗസിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തുന്നു. ബി എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് എ ഹൗസ് ഇൻ വിച്ച് പീപ്പിൾ ഡു നോട്ട് ലിവ്, ആളുകൾ ജീവിക്കാത്തൊരു ഹൗസായിട്ട് പറയുന്നു. സി, ഇറ്റ് ഇൻക്ലൂഡ് എ ഹൗസ് വെർ എ ന്യൂക്ലിയർ ഫാമിലി ലിവ്സ്, ഒരു അണുകുടുംബം ജീവിക്കുന്ന ഹൗസ്. ഡി, ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ വുമൺ ഹു ലിവ് ഓർ ഹാവ് ലിവ്ഡ് ടുഗദർ ഇൻ എ ഷെയർഡ് ഹൗസ് ഹോൾഡ് വിത്ത് ദ ഹസ്ബൻഡ്, അല്ലേ. എന്താണ്, എല്ലാ വുമണും ജീവിക്കുന്ന, അതായത് തൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നൊരു ഹൗസ് ഹോൾഡ്, ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു വീട്, അല്ലേ. അതിനെ അല്ലെങ്കിൽ വുമൺസ് ജീവിക്കുന്നതിനെ നമ്മൾ ഡൊമസ്റ്റിക് എന്ന് പറയുന്നു. ഏതാണ് ആൻസർ? ഇത് പറയുമ്പോൾ തന്നെ നിൽക്കിട്ടുണ്ടായിരിക്കും ആൻസർ ഏതാണ്. ആൻസർ വരുന്നത് ഏതാണ്? ഡി ആണ്, അല്ലേ. ഏതാ ഡി എന്ന് പറഞ്ഞത്? ഓൾ വുമൺ ഹു ലിവ് ഓർ ഹാവ് ലിവ്ഡ് ടുഗദർ, ജീവിക്കുന്നു അല്ലെങ്കിൽ കൂടെ ജീവിക്കുന്നു, ഇൻ എ ഷെയർഡ് ഹൗസ് ഹോൾഡ്, അല്ലേ. ഒരു ഷെയർഡ് ആയിട്ടുള്ള വീട്ടിൻ്റെ ഉള്ളിൽ വിത്ത് ഹസ്ബൻഡിൻ്റെ കൂടെ. അതിനെയാണ് നമ്മൾ ഡൊമസ്റ്റിക് വയലൻസിൽ ഡൊമസ്റ്റിക് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 extend the understanding of the term domestic include all women who live or have lived together in a shared household. shared household എന്ന് പറഞ്ഞ ടേം ആലോചിച്ച് വെച്ചോളൂ. with the male members who is perpetrating the violence. Domestic violence is violence committed by someone in the victim's domestic circle.
ആ ഇരയുടെ ഡൊമസ്റ്റിക് സർക്കിളിൽ നിന്നും ആ ഇര നേരിടുന്ന വയലൻസിനെയാണ് നമ്മൾ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത്. ദിസ് ഇൻക്ലൂഡ്സ് പാർട്ട്നേഴ്സ് ആൻഡ് എക്സ് പാർട്ട്നേഴ്സ്, ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ്, അതർ റിലേറ്റീവ്സ് ആൻഡ് ഫാമിലി ഫ്രണ്ട്സ് അല്ലേ. ഇപ്പോൾ ഈ ഡൊമസ്റ്റിക്കിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്? പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ എക്സ് പാർട്ട്നേഴ്സ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നമ്മുടെ വളരെ അടുത്ത് കിടക്കുന്ന ഫാമിലി മെമ്പേഴ്സ്, മറ്റുള്ള ബന്ധുക്കളെ, ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ദ ടേം ഡൊമസ്റ്റിക് വയലൻസ് ഈസ് യൂസ്ഡ് വെൻ ദർ ഈസ് എ ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഒഫൻഡർ ആൻഡ് ദ വിക്ടിം അല്ലേ. ഡൊമസ്റ്റിക് വയലൻസ് എന്നത് ഉപയോഗിക്കുന്നത് അവിടെ എന്തുണ്ടായിരിക്കണം? നമ്മുടെ ഒഫൻഡറും വിക്ടിമും അല്ലേ, കുറ്റവാളിയും കുറ്റം നേരിട്ട വ്യക്തി വിക്ടിമും ഇരയും തമ്മിൽ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും അല്ലേ. ഗാർഹിക പീഡനത്തിൽ ഇപ്പോൾ ഭർത്താവാണ് ഭാര്യയെ ചൂഷണം ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ വിക്ടിം ഭാര്യയും ഒഫൻഡർ ഭർത്താവും ആയിരിക്കും അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്യൂവൽസ് കോസ് മിനിമം എൻവയോൺമെന്റൽ പൊല്യൂഷൻ? താഴെ തന്നിരിക്കുന്നവരിൽ ഏത് ഫ്യൂവലാണ് മിനിമം എൻവയോൺമെന്റൽ പൊല്യൂഷന് കാരണമാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഡീസൽ ആണോ, കെറോസിൻ ആണോ, ഹൈഡ്രജൻ ആണോ, കോൾ ആണോ? ഏതാണ് ആൻസർ? സി ആണ് വരുന്നത്, ഹൈഡ്രജൻ ആണ്. ഓക്കെ, ഹൈഡ്രജൻ ഓൺ ബേണിംഗ് വിൽ ഫോം ദ വാട്ടർ വേപ്പേഴ്സ്. They are not harmful to any of the organic things, so they do not cause pollution. ഹൈഡ്രജൻ അത്രത്തോളം ഒരു പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല. ഹൈഡ്രജൻ ഫ്യൂവൽ ആസ് സച്ച് കോസ് നോ പൊല്യൂഷൻ because on combustion with oxygen it forms water, that's why it is also called future fuel. അപ്പോൾ ഹൈഡ്രജനെ നമ്മൾ ഫ്യൂച്ചർ ഫ്യൂവൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പറയുന്നുണ്ട്. വീണ്ടും ഒരു ഡൗറി പ്രൊഹിബിഷൻ ആക്ടുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. വാട്ട് ഈസ് ദ പെനാൽറ്റി ഫോർ റിക്വസ്റ്റിംഗ് ഡൗറി അണ്ടർ ദ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് അല്ലേ. സ്ത്രീധന നിരോധന നിയമം, അതാണ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. ഇത് പ്രകാരം പെനാൽറ്റി എങ്ങനെയാണ് വരുന്നത്? ഓക്കെ, ഇത് പ്രകാരം ഡൗറി വാങ്ങിക്കഴിഞ്ഞതിൻ്റെ പെനാൽറ്റി എങ്ങനെയാണ് വരുന്നത്? ഓപ്ഷൻ എ, ഇംപ്രിസ്മെൻറ്റ് ഫോർ 6 months to 2 years, 6 മാസം മുതൽ 2 വർഷം വരെ തടവും 10,000 രൂപ ഫൈനും. ബി എന്ന് പറയുന്നത് 6 മാസം മുതൽ 1 വർഷം വരെ തടവും 20,000 രൂപയും. സി എന്ന് പറയുന്നത് 1 വർഷം മുതൽ 3 വർഷം വരെ തടവും 30,000 രൂപ ഫൈനും. ഡി എന്ന് പറയുന്നത് 1 വർഷം മുതൽ 3 വർഷം വരെ തടവും 10,000 രൂപ പിഴയും. ഏതാണ് ആൻസർ വരുന്നത്? എ ആണ്. എ എന്ന് പറയുമ്പോൾ എന്താണ്? 6 മാസം മുതൽ 2 വർഷം വരെ തടവും 10,000 രൂപ പിഴയും. ഇതാണ് ഡൗറി പ്രൊഹിബിഷൻ ആക്ടിന് വരുന്ന മിനിമം പണിഷ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പെനാൽറ്റി ഫോർ റിക്വസ്റ്റിംഗ് ഡൗറി, അതായത് നമ്മൾ ഡൗറി റിക്വസ്റ്റ് ചെയ്യുക, നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വരുന്ന ഒരു ഫൈൻ എന്ന് പറയുന്നത് 6 months to 2 years and imprisonment and a fine of Rs 10,000. ദെൻ മെയ് 20, 1961 ഈ ഒരു ആക്ട് പാസ് ചെയ്തത്. ദ ഇയർ ദ പ്രസിഡന്റ് സൈൻ ദ ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. അപ്പം 1961 സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് മെയ് 20. ആലോചിച്ച് വയ്ക്കുക. ദ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഓഫ് 1961 പ്രൊഹിബിറ്റ് ദ ആസ്കിങ്, ഗിവിങ് ആൻഡ് റിസീവിങ് ഡൗറി. ചോദിക്കുക, വാങ്ങുക, സ്വീകരിക്കുക, ഇതൊക്കെ എന്താണ്? ഇതിൻ്റെ ഇടയിൽ പ്രൊഹിബിറ്റഡ് ആണ്. ദിസ് ലോ വാസ് അമെൻഡഡ് again in 1984. 1984 ഈ ഒരു ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ചെറുതായിട്ടൊന്ന് അമെൻഡ് ചെയ്തിട്ടുണ്ട്. ദിസ് ആൾസോ ഡിഫൈൻസ് വാട്ട് ഈസ് മീൻ ബൈ ഡൗറി. ഈ ഒരു ലോയിൽ എന്താണ് ഡൗറി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ഡൗറി പ്രൊഹിബിഷൻ ആക്ടിൽ ഡൗറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡെഫിനേഷൻ ഓഫ് ഡൗറി എന്ന് പറയുന്നത്, ഇൻ ദിസ് ആക്ട് ഡൗറി മീൻസ് എനി പ്രോപ്പർട്ടി ഓർ വാല്യുബിൾ സെക്യൂരിറ്റി given or agreed to be given either directly or indirectly. ഡൗറി എന്ന് വെച്ചാൽ പ്രോപ്പർട്ടി ആവാം, വാല്യുബിൾ സെക്യൂരിറ്റി ആവാം. ഇതെന്താണ്? നമ്മൾ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ കൊടുക്കുന്ന ഏതൊരു പ്രോപ്പർട്ടിയെയും അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റിയെയും നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡൗറി എന്ന് പറയാൻ പറ്റും. ബൈ വൺ പാർട്ടി ടു മാരേജ് ടു ദ അതർ പാർട്ടി ടു ദ മാരേജ് അല്ലേ. കല്യാണത്തിലെ ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് കൊടുക്കുക അല്ലേ. by the parents of either party to a marriage or by any other person to either party to the marriage or to any other person at or before or any time after the marriage in connection with the marriage of said parties, but does not include a dower or mahar in the case of person to whom the Muslim person law applies. ഇതിൽ പറയുന്നത് കല്യാണത്തിൻ്റെ ഏത് സമയത്തോ, മുന്നോ കല്യാണത്തിൻ്റെ സമയത്തോ കല്യാണത്തിന് ശേഷമോ, കല്യാണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ച് നമ്മൾ കൊടുക്കുന്ന എന്തിനേയും നമ്മൾ ഡൗറി ആയിട്ടാണ് പറയുക. എന്നാൽ മുസ്ലിം പേഴ്സൺ ലോ പ്രകാരം മഹർ കൊടുക്കുക എന്ന് പറയും. അധിക പേര് മഹർ കൊടുക്കുന്നത് എന്തെങ്കിലും സ്വർണത്തിൻ്റെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അത് ഇതിൽ ഉൾപ്പെടുന്നില്ല.
ആ മഹർ ഈ ഒരു ഡൗറി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ അവരുടെ മുസ്ലിം പേഴ്സണൽ ആയിട്ടുള്ള ശരീഅത്ത് പ്രകാരം ഇതിൽ ഉൾപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ ആകുമ്പോൾ പിന്നെ മുസ്ലിംസിന് എല്ലാവരെയും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഡൗറിയിൽ ഉൾപ്പെടുത്തേണ്ടി വരും. കാരണം മുസ്ലിംസിൻ്റെ പ്രകാരം അവർക്ക് മഹർ എന്ന് പറയുന്നത് വെരി വാല്യുബിൾ ആണ്, അത് പുരുഷൻ സ്ത്രീക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. അത് എല്ലാവരും മോസ്റ്റ് ഓഫ് ദി എല്ലാവരും ഗോൾഡിൻ്റെ എന്തെങ്കിലുമാണ് കൊടുക്കുക. അപ്പോൾ അതിന് ഡൗറി ആയിട്ട് ഉൾപ്പെടുത്തുന്നില്ല. Buying and giving dowry and inciting to buy and give is any offense punishable by imprisonment for not less than 5 years. അല്ലേ, 5 വർഷത്തിൽ കുറയാത്ത ഒരു തടവ് തന്നെ ഇതിന് കിട്ടുന്നുണ്ട്. 10,000 രൂപയും ഇതിന് എന്ത് ചെയ്യുന്നുണ്ട്, പിരിവും ഫൈനും കിട്ടുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഡൊമസ്റ്റിക് വയലൻസ് പ്രിവെൻഷൻ ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ ഇന്ത്യ എന്നാണ് വന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്നാ വന്നത് 2005 അറിയാം അല്ലേ. ഇപ്പോൾ ആൻസർ 2005 അത് വന്നത്. പക്ഷെ അത് ഫോഴ്സിൽ വന്നത്, ആക്ട് പാസ്സാക്കിയതാണ് 2005. അത് ഫോഴ്സിൽ വന്നത് എന്നാണ്, ഒക്ടോബർ 26, 2026 കേട്ടോ. ആൻസർ ഡി ആണ്, ഒക്ടോബർ 26, 2006. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പാസ്ഡ് ഇൻ ഇന്ത്യ 1961. ഡൗറി പ്രൊഹിബിഷൻ ആക്ടാണ് 1961 ആണ്. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പാസ് ചെയ്തത് 2005. അത് ഫോഴ്സിൽ വന്നത് ഒക്ടോബർ 26, 2006. ഓക്കെ. ഫസ്റ്റ് മൈനോറിറ്റി കമ്മീഷൻ ഇന്ത്യയിൽ വന്നത് 1978. 1992 നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി ആക്ട് ഇന്ത്യയിൽ ഫോഴ്സിൽ വന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് ദ ഡൗറി പ്രൊഹിബിഷൻ ആക്ട്? താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഡൗറി പ്രൊഹിബിഷൻ ആക്ടുമായി ബന്ധപ്പെട്ട ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഒന്നാമത്തത്, ഡൗറി പ്രൊഹിബിഷൻ ആക്ട് എനാക്റ്റഡ് ഇൻ 1961 ഇൻറ്റൻഡഡ് ടു പ്രിവെൻറ്റ് ദ ഗിവിംഗ് ഓർ റിസീവിംഗ് ഓഫ് ഡൗറി. അല്ലേ, ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961 വന്നത്. എന്താണ് ഇത്? ഡൗറി ഗിവിങ്ങും റിസീവിങ്ങിനെയും പ്രിവെൻറ്റ് ചെയ്യുന്നു. രണ്ടാമത്തത്, ദിസ് ലോ ആൾസോ പണിഷസ് ഡിമാൻഡിങ് ആൻഡ് അഡ്വർടൈസിങ് ഡൗറി. ഈ ഒരു ലോ നമ്മൾ ഡൗറിയെ അഡ്വർടൈസ് ചെയ്യുന്നതിനെയും ഡിമാൻഡ് ചെയ്യുന്നതിനെയും പണിഷ് ചെയ്യുന്നത്. മൂന്നാമത്തത്, ദ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് അപ്ലൈ ടു പേഴ്സൺസ് ഓഫ് ഓൾ റിലീജിയൻസ് ഇൻ ഇന്ത്യ. അല്ലേ, ഇന്ത്യയിലെ എല്ലാ മതത്തിലെ വ്യക്തികൾക്കും ഈ ഒരു ഡൗറി പ്രൊഹിബിഷൻ ആക്ട് അപ്ലൈഡ് ആണ്. ഇതിൽ ഏതൊക്കെയാണ് ഈ ഒരു ആക്റ്റുമായി, ഡൗറി പ്രൊഹിബിഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 2 only, ഓപ്ഷൻ സി 1 and 2 only, ആൻഡ് ഓപ്ഷൻ ഡി 1, 2, 3. അല്ലേ, ആൻസർ വരുന്നത് ഏതാണ്? ഡി ആണ് വരുന്നത്. അല്ലേ, അപ്പോൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കൺഫ്യൂഷൻ ആകെ വരെ മൂന്നാമത്തിലാണ്. മൂന്നാമത്തിൽ ഏത് മതത്തിലെ ആളുകളാണെങ്കിലും ഈ ഒരു ആക്ട് ഡൗറി വാങ്ങാൻ പറ്റത്തില്ല എന്നുള്ളത് എന്താണ്, ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മുസ്ലിംസിൻ്റെ മഹർ ഇതിൽ ഉൾപ്പെടുന്നില്ല എന്ന് കൃത്യമായിട്ട് അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷേ മുസ്ലിംസ് ആണ്, ഹിന്ദുസ് ആണ് എന്ന് വിചാരിച്ചിട്ട് പേഴ്സൺസിനെ ഈ ഒരു ഇതിൽ മാറ്റി നിർത്തപ്പെടുന്നില്ല. Dowry Prohibition Act enacted in 1961 intended to prevent the giving or receiving of dowry. This law also punished demanding and advertising dowry, helping someone to give or take dowry. The Dowry Prohibition Act applied to persons of all religion in India. അടുത്ത question, white collar crime is low in visibility because white collar crime is low in visibility. അതായത് വൈറ്റ് കോളർ ക്രൈം വിസിബിൾ ആവുന്നത് വളരെ കുറവാണ്. എന്തുകൊണ്ടാണ്? ഓപ്ഷൻ എ, ഇറ്റ് ഇൻവോൾവ് ഓൺലി സ്മോൾ എമൗണ്ട് ഓഫ് മണി. ഇതിൽ ചെറിയൊരു എമൗണ്ട് ഓഫ് മണിയാണ് ഇൻവോൾവ് ചെയ്യുന്നത്. ബി, ദ പ്രോളിറ്ററേറ്റ് ക്യാൻ ഔട്ട്സ്മാർട്ട് ദ ബ്യൂറോക്രസി. അല്ലേ, ബ്യൂറോക്രസിനെക്കാട്ടിലും ഔട്ട്സ്മാർട്ടാണ് പ്രോളിറ്ററേറ്റ്. സി, ദ പോലീസ് ടേൺ എ ബ്ലൈൻഡ് ഐ ടു കോർപ്പറേറ്റ് ക്രൈം. കോർപ്പറേറ്റ് ക്രൈമിനൊക്കെ ഒരു കണ്ണടച്ച സ്വഭാവമാണ് പോലീസ് കാണിക്കുന്നത്. ആൻഡ് ഓപ്ഷൻ ഡി, ഇറ്റ് ഗോസ് അൺഡിക്റ്റഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എവറിഡേ ബിസിനസ് ട്രാൻസാക്ഷൻ. അല്ലേ, അപ്പോൾ ഇതിൽ ഏതാണ് വൈറ്റ് കോളർ ക്രൈം ഇത്രയും ലോ വിസിബിൾ ആവാനുള്ള കാരണം എന്താണ്? ആൻസർ ഡി ആണ് വരുന്നത്. അല്ലേ, ഇറ്റ് ഗോസ് അൺഡിക്റ്റഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എവറിഡേ ബിസിനസ് ട്രാൻസാക്ഷൻ. അല്ലേ, എവറിഡേ ബിസിനസ് ട്രാൻസാക്ഷൻ്റെ സാഹചര്യത്തിൽ ഇത് അൺഡിക്റ്റഡ് ആയിട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഇത് ഇത്രയും ലോ വിസിബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് ഈ വൈറ്റ് കോളർ ക്രൈം? വൈറ്റ് കോളർ crime is that committed mainly by the relatively affluent middle classes in the context of non-manual work. അല്ലേ, നോൺ മാനുവൽ വർക്കിൻ്റെ കോണ്ടെക്സ്റ്റിൽ മിഡിൽ ക്ലാസ്സസ് നടത്തുന്ന ഒരു ക്രൈമാണ് വൈറ്റ് കോളർ ക്രൈം എന്ന് പറയുന്നത്. This can involve individual occupational crime or corporate level organizational crime. അല്ലേ, ഇതിൽ ഇൻഡിവിജ്വൽ ഒക്യുപ്പേഷണൽ ക്രൈം വരുന്നുണ്ട്, കോർപ്പറേറ്റ് ലെവലിൽ വരുന്നുണ്ട്, ഓർഗനൈസേഷണൽ ക്രൈം ഒക്കെ വരുന്നുണ്ട്.
White collar crime often goes undetected because it is carried out under cover of legitimate business transaction in the workplace itself. ഫോർ എക്സാമ്പിൾ ടാക്സ് ഇവാസേഷൻ ആൻഡ് ഫ്രോഡ് അല്ലേ. ഇപ്പോൾ ഈ ടാക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്ന ഒരു ക്രൈമാണ്. നെക്സ്റ്റ്, what according to protection of women from domestic violence act 2005 is domestic violence അല്ലേ. പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് അല്ലേ, അതെന്താ ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ ഫിസിക്കൽ ആൻഡ് സെക്ഷൽ അബ്യൂസ്, ആൻഡ് ഓപ്ഷൻ ബി വെർബൽ ആൻഡ് ഇമോഷണൽ അബ്യൂസ്, ഓപ്ഷൻ സി എക്കണോമിക് അബ്യൂസ്, ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ദി എബവ്. ഇതിൽ എന്താണ് ഈ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഡിയിലെ നമുക്ക് വായിക്കുമ്പോൾ അറിയാം, ഫിസിക്കൽ, സെക്ഷൽ, വെർബൽ, ഇമോഷണൽ, എക്കണോമിക് എല്ലാ അബ്യൂസസിനെയും ഉൾക്കൊടുത്തിട്ടാണ് എന്ത് പറയുന്നത് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത്. ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ആക്ട് any act or omission or commission or conduct of the respondent shall constitute domestic violence in case it harms or injures or endangers the health, safety, life, limb or well-being, whether mental or physical, of the aggrieved person or tend to do so, and include causing physical abuse, sexual abuse, verbal and emotional abuse, and economic abuse. നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഡൊമസ്റ്റിക് വയലൻസിൽ ഫിസിക്കൽ അബ്യൂസ് വരുന്നുണ്ട്, സെക്ഷൽ അബ്യൂസ് വരുന്നുണ്ട്, വെർബൽ അബ്യൂസ് വരുന്നുണ്ട്, ഇമോഷണൽ അബ്യൂസ് വരുന്നുണ്ട്, എക്കണോമിക് അബ്യൂസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുമ്പോൾ ഒൺലി നോട്ട് ഇൻ ഫിസിക്കൽ ഓർ സെക്ഷൽ, അതിൽ എക്കണോമിക് അബ്യൂസും വെർബൽ ഇമോഷണലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് ഡൊമസ്റ്റിക് വയലൻസിൽ വരുന്നതാണ്. ഹറാസസ്, ഹാംസ്, injures or endangers the aggrieved person with a view to cause her or any other person related to her to meet any unlawful demand for any dowry or other property or valuable security has the effect of threatening the aggrieved person or any person related to her, otherwise injures or causes harm whether physical or mental to the aggrieved person. Next question, what is dowry defined under the Dowry Prohibition Act 1961? 1961 സ്ത്രീധന നിരോധന പ്രകാരം എന്താണ് ഡൗറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ മുന്നേ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഓപ്ഷൻസ് ഞാൻ ഓരോന്ന് വായിക്കാം. ഓപ്ഷൻ എ, എനി പ്രോപ്പർട്ടി ഓർ വാല്യുബിൾ സെക്യൂരിറ്റി ഗിവൺ ഓർ അഗ്രീഡ് ടു ബി ഗിവൺ ഡയറക്ട്ലി അല്ലേ, എന്തെങ്കിലും പ്രോപ്പർട്ടി അല്ലെങ്കിൽ വാല്യുബിൾ സെക്യൂരിറ്റി ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുക. ബി, എനി പ്രോപ്പർട്ടി ഓർ വാല്യുബിൾ സെക്യൂരിറ്റി ഗിവൺ ഓർ അഗ്രീഡ് ടു ബി ഗിവൺ ആസ് മഹറായിട്ട് കൊടുക്കുക. എനി പ്രോപ്പർട്ടി ഓർ വാല്യുബിൾ സെക്യൂരിറ്റി ഗിവൺ ഓർ അഗ്രീഡ് ഗിവൺ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പ്രോപ്പർട്ടിയോ വാല്യുബിൾ സെക്യൂരിറ്റിയോ കൊടുക്കുക. ഡി, നൺ ഓഫ് ദി എബവ്. ഇപ്പോൾ തന്നെ നിങ്ങൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഏതാണ് ആൻസർ? സിയിലെ നമ്മൾ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ നമ്മൾ കൊടുക്കുകയാണ് അല്ലേ, എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ളൊരു സെക്യൂരിറ്റിയോ പ്രോപ്പർട്ടിയോ നമ്മൾ കൊടുക്കുന്നതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡൗറി എന്ന് പറയാൻ പറ്റും. ഇൻ ദിസ് ആക്ട് ഡൗറി മീൻസ് എനി പ്രോപ്പർട്ടി ഓർ വാല്യുബിൾ സെക്യൂരിറ്റി ഗിവൺ ഓർ അഗ്രീഡ് ടു ബി ഗിവൺ എയ്തർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി by one party to marriage to the other party to the marriage. നമ്മൾ ഓൾറെഡി പറഞ്ഞു, by the parents of either party to a marriage or by any other person. അത് നമ്മൾ വായിക്കേണ്ട, കാരണം നമ്മൾ മുന്നേ പറഞ്ഞ കാര്യങ്ങളാണ് അല്ലേ. മാരേജിൻ്റെ മുന്നോ ആ സമയത്തോ അതിന് ശേഷമോ ഒക്കെ എന്ത് ചെയ്യാണ് ആളുകൾ ഇതിൻ്റെ പേരിൽ കൊടുക്കാണ്ട്, പക്ഷേ മഹറിനെ ഇതിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്തത്, എൻവിയോൺമെൻറ്റൽ പൊല്യൂഷൻ ഈസ് ഡിഫൈൻഡ് അണ്ടർ വിച്ച് സെക്ഷൻ ഓഫ് എൻവിയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലേ. താഴെ തന്നിരിക്കുന്ന സെക്ഷനുകളിൽ എൻവിയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ടിലെ സെക്ഷനുകളാണ്. ഇതിൽ എൻവിയോൺമെൻറ്റൽ പൊല്യൂഷൻ ഏത് സെക്ഷനിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് സെക്ഷൻ്റെ കീഴിലാണ് എൻവിയോൺമെൻറ്റൽ പൊല്യൂഷൻ ഡെഫിനീഷൻ വരുന്നത്? സെക്ഷൻ 2C ആണോ, സെക്ഷൻ 2B ആണോ, സെക്ഷൻ 2D ആണോ, സെക്ഷൻ 2E ആണോ? ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്, സെക്ഷൻ 2C. ഇത് നിങ്ങൾക്ക് ഇത്ര ആലോചിച്ചാൽ മതി. എൻവിയോൺമെൻറ്റൽ പൊല്യൂഷനെ കുറിച്ച് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡെഫിനേഷൻ ആയിരിക്കും ഫസ്റ്റ് പറയാം. അപ്പോൾ CBDEയിൽ ഫസ്റ്റ് വരുന്നത് ABCD എന്നൊക്കെ അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഓൾമോസ്റ്റ് വരുന്നത് ആദ്യം നമ്മൾ എൻവിയോൺമെൻറ്റൽ പൊല്യൂഷനെ കുറിച്ച് ടേംസ് പറയും, പിന്നെ ആയിരിക്കും എന്ത് പറയുക ഡെഫിനേഷൻ പറയും. അപ്പോൾ ബിയും കഴിഞ്ഞ് C ആണ് വരിക എന്ന് ഒന്ന് ആലോചിച്ച് വെക്കാം കേട്ടോ. സെക്ഷൻ 2 ഓഫ് ദി ആക്ട് ഡിഫൈൻഡ് വേരിയസ് ടേംസ് യൂസ്ഡ് ഇൻ ഇറ്റ്സ് പ്രൊവിഷൻ. ദീസ് ഡെഫിനേഷൻ ആർ ആസ് ഫോളോസ് അല്ലേ. എന്തൊക്കെയാണ് ഇതിൽ? ഒരുപാട് ടേംസുകൾ പറയുന്നുണ്ട്. സെക്ഷൻ 2A പറയുന്നത്, നമ്മൾ സെക്ഷൻ 2Cയിലാണ് എൻവിയോൺമെൻറ്റൽ പൊല്യൂഷൻ്റെ ഡെഫിനേഷൻ പറഞ്ഞില്ലേ.
അതിൽ സെക്ഷൻ 2A എന്താ വരുന്നത്? എൻവയോൺമെൻറ്റ് എന്താണെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ ആദ്യം കുറച്ച് ടേംസ് എന്താണെന്നാ പറയാം. സെക്ഷൻ 2A എൻവയോൺമെൻറ്റ് എന്താണെന്നാണ് പറയുന്നത്. എൻവയോൺമെൻറ്റ് ഹാസ് ബീൻ ഡിഫൈൻഡ് ടു ഇൻക്ലൂഡ് എയർ, വാട്ടർ ആൻഡ് ലാൻഡ് അല്ലേ. നമ്മുടെ എയർ, വാട്ടർ, ലാൻഡ് ഇതൊക്കെയാണ് എൻവയോൺമെൻറ്റ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. And the interrelationship among and between air, water, land and human beings, other living creatures, microorganism, plants and property. ഇതൊക്കെ എന്തിൽ വരുന്നുണ്ട്? എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ടേമിന് കീഴിൽ വരുന്നുണ്ട്. ദെൻ സെക്ഷൻ 2B എന്താ വരുന്നത്? എൻവയോൺമെൻറ്റ് പൊല്യൂട്ടൻ എന്താ വരുന്നത്? എന്താണ് എൻവയോൺമെൻറ്റ് പൊല്യൂട്ടൻ എന്ന് പറഞ്ഞാൽ എന്താണ്? A pollutant is any substance in a solid, liquid or gaseous state which when present in a certain concentration can be injurious to the environment. അപ്പോൾ എൻവയോൺമെൻറ്റ് പൊല്യൂട്ടൻ 2Bയിലാണ് വരുന്നത്. സെക്ഷൻ 2Cയിലാണ് എന്താണ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ എന്നതിനെ കുറിച്ച് പറയുന്നത്. The presence of an environmental pollutant in the environment is called environmental pollution അല്ലേ. ഒരു എൻവയോൺമെൻറ്റിൽ ഒരു എൻവയോൺമെൻറ്റൽ പൊല്യൂട്ടൻറ്റിൻ്റെ ഒരു പ്രസൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 2A, 2B, 2C. 2Aയിൽ എന്താ പറയുന്നത്? എൻവയോൺമെൻറ്റ്. 2Bയിൽ എന്താ പറയുന്നത്? എൻവയോൺമെൻറ്റ് പൊല്യൂട്ടൻറ്റ്. 2Cയിൽ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. അപ്പോൾ എൻവയോൺമെൻറ്റൽ ആക്ട് ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസിൽ പഠിക്കാനുണ്ട്. 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡെവലപ്മെൻറ്റ് ഇൻഡ്യൂസ്ഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റിന് അതായത് നമ്മളെ ഡിസ്പ്ലേസ്ഡ് ആക്കുമല്ലോ. ഇപ്പോൾ ഒരു ഡാം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു എയർപോർട്ട് നവീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് വീട് നഷ്ടപ്പെടാൻ ഡിസ്പ്ലേസ്ഡ് ആവാം. അതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഈ ഡിസ്പ്ലേസ്മെൻറ്റ്? ഡെവലപ്മെൻറ്റ് ഇൻഡ്യൂസ്ഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നത് എന്താണ്? ഓപ്ഷൻ എ ഫോഴ്സിങ് ഓഫ് കമ്മ്യൂണിറ്റീസ് ഔട്ട് ഓഫ് ദെയർ ഹോംസ് ഫോർ ദ പർപ്പസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് അല്ലേ. വീട്ടിൽ നിന്ന് പുറത്താക്കുക അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാറിപ്പോകാൻ പറയാം ഫോർ ദി പർപ്പസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ബി ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഡ്യൂ ടു നാച്ചുറൽ ഡിസാസ്റ്റർ പ്രകൃതി ദുരന്തം കാരണം പീപ്പിൾസ് ഡിസ്പ്ലേസ്ഡ് ആവുക. സി ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഡ്യൂ ടു മാൻ മെയ്ഡ് ഡിസാസ്റ്റർ മനുഷ്യ കേന്ദ്രീകൃതമായി മനുഷ്യ നിർമ്മിച്ച ഡിസാസ്റ്ററുമായിട്ട് പീപ്പിൾസ് ഡിസ്പ്ലേസ്ഡ് ആവുക. ഡി നൺ ഓഫ് ദി എബോവ്. ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഫോഴ്സ് ചെയ്ത് കണ്ട് മാറ്റാണ്. ഡെവലപ്മെൻറ്റ് ഇൻഡ്യൂസ്ഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ പെർമനൻറ്റ് റീലൊക്കേഷൻ അല്ലേ. ടെമ്പററി അല്ല, പെർമനൻറ്റ് റീലൊക്കേറ്റ് ചെയ്യാൻ ഓഫ് ഓൾ ഹൗസ് ഹോൾഡ് വിത്തിൻ എ ജോഗ്രാഫിക്കൽ ഏരിയ ആസ് എ റിസൾട്ട് ഓഫ് ദി കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് ഇൻക്ലൂഡിങ് ലാർജ് ഡാംസ് അല്ലേ. ഇപ്പോൾ പ്രത്യേകിച്ചും ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ വഴി ലാർജ് ഡാമുകളുടെ കൺസ്ട്രക്ഷൻ ഫലമായിട്ട് ഒരു പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലയിൽ നിന്ന് ആളുകളോട് അവിടുന്ന് പെർമനൻ്റ് ആയിട്ട് റീലൊക്കേറ്റ് ചെയ്യാൻ പറയുന്നതിനെയാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ഒരു വികസനത്തിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് വരുന്നത്. ഡെവലപ്മെൻറ്റ് ഇൻഡ്യൂസ്ഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് റീസെറ്റിൽമെൻറ്റ് DIDR. ഡെവലപ്മെൻറ്റ് ഇൻഡ്യൂസ്ഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് റീസെറ്റിൽമെൻറ്റ് occurs when people are forced to leave their homes in a development driven form of forced migration അല്ലേ. ഒരു ഫോഴ്സ്ഡ് മൈഗ്രേഷൻ എന്ത് ചെയ്യാണ് അവർ ആവുകയാണ്. കാരണം ബിക്കോസ് വികസനം വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് പലതരത്തിൽ നർമ്മദ ബച്ചാവോ ആന്തോളനമൊക്കെ നിങ്ങൾ കേട്ടിട്ടായിരിക്കും അല്ലേ. അതൊരു ഫോഴ്സ്ഫുൾ മൈഗ്രേഷൻ ആയിട്ടാണ് അത് മാറുന്നത്. ഇറ്റ് ഹാസ് ബീൻ അസോസിയേറ്റഡ് വിത്ത് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ് ഫോർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ആൻഡ് ഇറിഗേഷൻ അല്ലേ. ഡാംസ് പരമായിട്ടൊക്കെയാണ് നമ്മളിത് കേട്ടിട്ടുള്ളത്. ബട്ട് ഇറ്റ് ക്യാൻ ഓൾസോ റിസൾട്ട് ഫ്രം വേരിയസ് ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് സച്ച് ആസ് മൈനിങ്, അഗ്രികൾച്ചർ, ദ ക്രിയേഷൻ ഓഫ് മിലിറ്ററി ഇൻസ്റ്റാളേഷൻ, എയർപോർട്ട്, ഇൻഡസ്ട്രിയൽ പ്ലാന്റ്, വെപ്പൺ ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, റെയിൽവേ, റോഡ് ഡെവലപ്മെൻറ്റ്, അർബണൈസേഷൻ, കൺസർവേഷൻ പ്രോജക്റ്റ് ആൻഡ് ഫോറസ്ട്രി. ഇതൊക്കെ ഒരു ഡെവലപ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളാണ്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ടൊക്കെ എന്ത് സംഭവിക്കാം? ഇത്തരത്തിലുള്ള ഇൻഡ്യൂസ്ഡ് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കാം. 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇൻ ദ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 ഡൊമസ്റ്റിക് വയലൻസ് ഇൻക്ലൂഡ് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഓപ്ഷൻ എ എക്കണോമിക് അബ്യൂസ്, ഓപ്ഷൻ ബി സെക്ഷൽ അബ്യൂസ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ് അല്ലേ. ഡൊമസ്റ്റിക് വയലൻസിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്? എന്തൊക്കെയാണ്? ആൻസർ വരുന്നത് സി ആണ് അല്ലേ. ബോത്ത് എ ആൻഡ് ബി. എക്കണോമിക് അബ്യൂസും വരുന്നുണ്ട്, മറ്റെന്താണ് സെക്ഷൽ അബ്യൂസും വരുന്നുണ്ട്. The Protection of Women from Domestic Violence Act 2005
was enacted by the Parliament of India to provide for more effective protection of the rights of women guaranteed under the Constitution who are victims of violence of any kind occurring with the family and other related incidents. അപ്പോൾ എന്താണ്, ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ അതർ റിലേറ്റഡ് ഇൻസിഡൻസിൽ നിന്നൊക്കെ എന്ത് ചെയ്യാണ്, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വയലേഷൻ വരുന്നതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയാൻ പറ്റും. കോസിങ് ഹേർട്ട്, ഇഞ്ചുറി ഓർ ഡേഞ്ചർ ടു ലൈഫ്, ലിംബ്, ഹെൽത്ത്, സേഫ്റ്റി ഓർ വെൽ ബീയിങ്, വെദർ മെൻ്റൽ ഓർ ഫിസിക്കൽ, മാനസികപരമായിട്ടോ ശാരീരികപരമായിട്ടോ അവർക്ക് ഉണ്ടാവുന്ന ഹേർട്ടോ അതുപോലെ തന്നെ ഇഞ്ചുറിയോ അല്ലെങ്കിൽ ലൈഫിനുണ്ടാകുന്ന ഡേഞ്ചറോ ലിംബിനുണ്ടാകുന്ന പ്രശ്നങ്ങളോ ഹെൽത്തിയോ സേഫ്റ്റിയോ വെൽബീയിങ്ങോ ഒക്കെ എന്ത് ചെയ്യാണ്, ഇവർക്ക് ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, വരുമെന്നാണ് പറയുന്നത്. ഓക്കെ. Causing harm, injury or danger to the woman with an intention to cause or any other person related to meet any demand for dowry, physical abuse include hurt any kind. Then അടുത്ത question, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഈസ് ദ ഇൻഡസ്ട്രിയൽ പോളിസി ഫോക്കസ്ഡ് ഓൺ റെഡ്യൂസിങ് റീജിയണൽ ഡിസ്പാരിറ്റീസ് ആൻഡ് പ്രൊമോട്ടിംഗ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്, അല്ലേ? ഈസ് ദ ഇൻഡസ്ട്രിയൽ പോളിസി ഫോക്കസ്ഡ് ഓൺ റെഡ്യൂസിങ് റീജിയണൽ ഡിസ്പാരിറ്റി. ഈ ഇൻഡസ്ട്രിയൽ പോളിസി ഫോക്കസ് ചെയ്യുന്നുണ്ട് റെഡ്യൂസ്ഡ് റീജിയണൽ ഡിസ്പാരിറ്റീസ് ആൻഡ് പ്രൊമോട്ടിംഗ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ റീജിയണൽ ഡിസ്പാരിറ്റീസ് റെഡ്യൂസ് ചെയ്യുന്നതിലും ഒരു ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ പോളിസി അത് ഏത് വർഷത്തെ ഇൻഡസ്ട്രിയൽ പോളിസിയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഏത് പോളിസിയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഓക്കെ, അതിൻ്റെ ആൻസർ വരുന്നത് ആൻസർ എ ആണ് വരുന്നത് കേട്ടോ. 1977 ഈ ഒരു ഇൻഡസ്ട്രിയൽ പോളിസിയാണ് എന്ത് ഫോക്കസ് ചെയ്യുന്നത്, റീജിയണൽ ഡിസ്പാരിറ്റീസിനെ റെഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ റീജിയണൽ ഡെവലപ്മെൻറ്റ് ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, the industrial policy in which the investment limit for tiny industry or unit was increased to 2 lakh is the 1980 industrial policy, അല്ലേ? അവർ പറഞ്ഞത് 1980 ഇൻഡസ്ട്രിയൽ പോളിസി അവർ പറഞ്ഞത് നമ്മുടെ ഈ ഇൻഡസ്ട്രിയൽ ഇതിൽ നമുക്കൊരു ഒരു ടൈനി ഒരു ചെറിയ ഇൻഡസ്ട്രി അല്ലെങ്കിൽ യൂണിറ്റ് ഒരു 2 lakh വരെയൊക്കെ നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. ദിസ് പോളിസി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് ദ എയിം ഓഫ് പ്രൊമോട്ടിംഗ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് പ്രൊവൈഡിങ് ദം വിത്ത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അല്ലേ? ഈ ഒരു പോളിസി എന്തിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? വിത്ത് ദ എയിം ഓഫ് പ്രൊമോട്ടിംഗ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, അല്ലേ? ചെറിയ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടും അത് മാത്രമല്ല അവർക്കൊരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അല്ലേ, ഒരു സാമ്പത്തിക സഹായം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ 1980 ഇത് വരുന്നത്. ഓക്കെ, ഇപ്പം 1977 എന്താ നമ്മൾ പറഞ്ഞു, എന്താണ് റെഡ്യൂസിങ് റീജിയണൽ ഡിസ്പാരിറ്റീസും പ്രൊമോട്ടിംഗ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻ്റ് ആണ് 1977. 1980 ആണ് നമ്മൾ പറഞ്ഞത് ഒരു 2 lakh വരെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആളുകൾക്ക് ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു ടൈനി ഇൻഡസ്ട്രിയൽ യൂണിറ്റ് പ്രൊമോട്ട് ചെയ്യുക. അതാണ് 1980 ഇൻഡസ്ട്രിയൽ പോളിസി. അടുത്തത് 1991 അല്ലേ? 1991 ഇൻഡസ്ട്രിയൽ പോളിസി എന്താ പറഞ്ഞത്? ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് എക്കണോമിക് ലിബറലൈസേഷൻ ആൻഡ് എംഫസൈസ്ഡ് ഓൺ പ്രൈവറ്റൈസേഷൻ, ഡീറെഗുലേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഇത് നമ്മുടെ സാമ്പത്തിക ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് 1991 ഇൻഡസ്ട്രിയൽ പോളിസി. നമുക്കറിയാം LPG സെക്ഷൻ. ദെൻ 1956 ഇൻഡസ്ട്രിയൽ പോളിസി എന്താണ്? It was the first policy introduced after India's independence and focused on industrialization through പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയൽ പോളിസിയാണ് 1956. ഇതിൽ കൂടുതൽ പ്രാധാന്യം നൽകിയത് നമ്മുടെ പബ്ലിക് സെക്ടർ വഴി എന്ത് ചെയ്യാണ്, ഇൻഡസ്ട്രിയലൈസേഷനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരിക, അത് ഫോക്കസ് ചെയ്യുക. അതായത് നമ്മുടെ
നിങ്ങൾ കണ്ടു 90 നമ്മുടെ 5-year പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അല്ലേ. 5-year പ്ലാൻ എന്നാ സ്റ്റാർട്ട് ചെയ്തത് 1951 to അല്ലേ 56 വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. അതിൽ അഗ്രികൾച്ചറിന് പ്രാധാന്യം നൽകി. 1956 മുതൽ 61 വരെയുള്ള രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്തിനാ പ്രാധാന്യം, വ്യവസായങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത്. അപ്പോഴാണ് ആദ്യത്തെ ഒരു ഇൻഡസ്ട്രിയൽ പോളിസി 1956 എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ പോളിസിയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡെലിക്വൻസി ഇൻ ലോ പ്രൈമർലി റെഫേഴ്സ് ടു. ഡെലിക്വൻസി ഇൻ ലോ പ്രൈമർലി റെഫേഴ്സ് ടു എന്താണ് ലോയിൽ വരുന്ന ഈ ഡെലിക്വൻസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ പെർഫോമിംഗ് ആൻ ഇല്ലീഗൽ ആക്ഷൻ അല്ലെ, ഒരു ഇല്ലീഗൽ ആക്ഷൻ പെർഫോം ചെയ്യുക. ഓപ്ഷൻ ബി ഫെയിലിംഗ് ടു ഡു സംതിങ് റിക്വയർഡ് ബൈ ലോ. ഓപ്ഷൻ സി എൻറ്ററിംഗ് ഇൻ ടു എ കോൺട്രാക്ട്. ഓപ്ഷൻ ഡി ഓവർ സ്റ്റെപ്പിംഗ് വൺസ് ലീഗൽ റൈറ്റ്. എന്താണ് ലോയിൽ വരുന്ന ഡെലിക്വൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആൻസർ വരുന്നത് ആൻസർ ബി ആണ്. എന്താണ് ബി ആൻസർ വരുന്നത്? ഫെയിലിംഗ് ടു ഡു സംതിങ് റിക്വയർഡ് ബൈ ലോ അല്ലേ, ലോ അനുശാസിക്കുന്ന ഒരു കാര്യം ചെയ്യുന്നതിൽ വരുന്ന തോൽവി, ഫെയിലിങ്ങിനെയാണ് നമ്മൾ ഡെലിക്വൻസി ഇൻ ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെലിക്വൻസി ഇൻ ലോ സിഗ്നിഫിക്കൻസ് എ ഫെയിലിയർ ടു മീറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ ഓർ ഡ്യൂട്ടീസ് വിച്ച് ക്യാൻ ഇൻക്ലൂഡ് ബോത്ത് ഒമിഷൻ ആൻഡ് വയലേഷൻ ഓഫ് റൂൾസ് അല്ലേ. എന്താണ് ഒമിഷൻസ്, റൂൾസിൽ വരുന്ന ഒമിഷൻസ് അല്ലെങ്കിൽ വയലേഷൻസ് ആണ് ഇതിൽ വരുന്നത്. ഇറ്റ് ഓഫൺ പെർട്ടൈൻസ് ടു ആക്ഷൻ ദാറ്റ് ആർ നോട്ട് പെർഫോംഡ് ആസ് റിക്കോർഡ് അല്ലേ. ഇതെന്താണ്, ഇത് ഓഫൺ ഇത് എന്തിനൊക്കെയാണ് സച്ച്, അതായത് ഇപ്പോൾ പേ ഡെപ്റ്റ്സ് ഓൺ ടൈം, നമ്മളിപ്പോൾ ഒരു കടം കൊടുക്കാനുണ്ട്, അതൊരു ടൈമിൽ കൊടുക്കാൻ പറ്റാത്ത ഫെയിൽ ചെയ്യുക, അതൊക്കെയാണ് നമ്മൾ ലോക്ക് എതിരായിട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. അഡീഷണലി ഇറ്റ് ക്യാൻ റെഫർ ടു ജുവനൽ ഡെലിക്വൻസി അല്ലെ. ജുവനൽ ഡെലിക്വൻസി നിൽക്കുന്നുണ്ടായിരിക്കും വെർ മൈനേഴ്സ് എൻഗേജ് ഇൻ ബിഹേവിയേഴ്സ് ദാറ്റ് വയലേറ്റ് ദ ലോ ഓർ സൊസൈറ്റിയിൽ നോംസ്. സമൂഹത്തിലെ നോംസിനും ലോക്കും എതിരായിട്ട് മൈനേഴ്സ് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അവരുടെ ആ ഒരു ലോ വയലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ജുവനൽ ഡെലിക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ നിയമം തെറ്റിക്കുന്നതിനെയാണ് നമ്മൾ ഡെലിക്വൻസി എന്ന് പറയുന്നത്. ജുവനൽ ഡെലിക്വൻസി എന്ന് പറയുമ്പോൾ അത് മൈനേഴ്സ് നിയമം തെറ്റിക്കുന്നതിന് നമുക്ക് ജുവനൽ ഡെലിക്വൻസി എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് എമംഗ് ദ ഫോളോയിങ് which among the following are the factors affecting social problems അല്ലേ. താഴെ തന്നിരിക്കുന്നവയിൽ സോഷ്യൽ പ്രോബ്ലംസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സൊസൈറ്റൽ ഫാക്ടേഴ്സ്, എക്കണോമിക് ഫാക്ടേഴ്സ്, കൾച്ചറൽ ഫാക്ടേഴ്സ് അല്ലേ. സിമ്പിളാണ് അല്ലേ. ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ഡി 2 only, ഓപ്ഷൻ സി 1 and 3, ഓപ്ഷൻ ഡി 1, 2 and 3 അല്ലേ. എന്തായിരിക്കും ആൻസർ വരിക? ഇവിടെ എന്തായിരിക്കും ആൻസർ വരിക അല്ലേ? എല്ലാം വരും. സൊസൈറ്റൽ ഫാക്ടേഴ്സ് സോഷ്യൽ പ്രോബ്ലത്തെ അഫക്റ്റ് ചെയ്യും, എക്കണോമിക് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യും, കൾച്ചറൽ ഫാക്ടേഴ്സും അഫക്റ്റ് ചെയ്യും. മേജർ ഫാക്ടേഴ്സ് affecting social problems are social factors, economic factors and cultural factors. Economic factors ഏതൊക്കെയാണ്? പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, പെഗറി, ഡിപ്പെൻഡൻസി, ഇതൊക്കെയാണ്. കൾച്ചറൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഡിവോഴ്സ്, ജുവനൽ ഡെലിക്വൻസി, ഓവർ പോപ്പുലേഷൻ, കമ്മ്യൂണൽ കോൺഫ്ലിക്റ്റ്, ഇതൊക്കെയാണ്. ദെൻ സോഷ്യൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഓവർ പോപ്പുലേഷൻ, ജെൻഡർ ഇനീക്വാളിറ്റി, സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ്, ഇതൊക്കെയാണ് സോഷ്യൽ ഫാക്ടേഴ്സിലും വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ് Which law in India aims to prevent dowry related crimes and dowry deaths? Which law in India? ഇന്ത്യയിലെ ഏത് നിയമമാണ് എയിം ടു പ്രിവെൻറ്റ് ഡൗറി റിലേറ്റഡ് ക്രൈംസ് അല്ലേ, ഡൗറി ഡെത്ത് അല്ലെങ്കിൽ ഡൗറി റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈംസുകൾ പ്രിവെൻറ്റ് ചെയ്യുന്നത് ലക്ഷ്യമിടുന്നത് ഇന്ത്യയിലെ ഏത് നിയമമാണ്? ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961 ആണോ, ഡൗറി ലീഗലൈസേഷൻ ആക്ട് 1985 ആണോ, ഡൗറി എൻഫോഴ്സ്മെൻറ്റ് ആക്ട് 1973 ആണോ, ഡൗറി റെഗുലേഷൻ ആക്ട് 1999 ആണോ? ഏതായിരിക്കും ആൻസർ? എ ആണ് വരുന്നത്. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961 ആണ് അല്ലേ. ഇറ്റ് എക്സ്റ്റെൻഡ് ടു ദ വോൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു കാശ്മീർ ഒഴികെയുള്ള എല്ലാ സ്റ്റേറ്റിനും ഇത് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഷാൾ കം ഇൻ ടു ഫോഴ്സ് ഓൺ സച്ച് ഡേറ്റ് ആസ് ദ സെൻട്രൽ ഗവൺമെൻറ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ് അപ്പോയിൻറ്റ്. ഓക്കെ, 21ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഷുഡ് സൊസൈറ്റി ടു ഡു ടു കോംബാറ്റ് ദ ഇഷ്യൂ ഓഫ് ഡൗറി ആൻഡ് ഡൗറി ഡെത്ത്. ഇപ്പോൾ സ്ത്രീധന മരണങ്ങളൊക്കെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കോംബാറ്റ് ചെയ്യാൻ എങ്ങനെയാണ് സൊസൈറ്റി അതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ പ്രൊമോട്ട് ജെൻഡർ ഈക്വാലിറ്റി ആൻഡ് എഡ്യൂക്കേറ്റ് പീപ്പിൾ എബൌട്ട് ദ ഇൽ ഇഫക്റ്റ് ഓഫ് ഡൗറി. ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു, ഈ ഒരു ഡൗറിയുടെ ഇൽ ഇഫക്റ്റുകൾ എന്ത് ചെയ്യുന്നു, ആളുകൾക്ക് എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, ജെൻഡർ ഈക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നു.
ഓപ്ഷൻ ബി എൻകറേജ് എക്സ്ട്രാവാഗൻറ്റ് വെഡ്ഡിങ്സ് അല്ലേ, എക്സ്ട്രാവാഗൻറ്റ് വെഡ്ഡിങ്സിനെ എൻകറേജ് ചെയ്യുന്നു. ഓപ്ഷൻ സി ഇഗ്നോർ ദ ഇഷ്യൂസ് ആസ് ഇറ്റ് ഈസ് എ പേഴ്സണൽ മാറ്റർ അല്ലേ. പിന്നെ ഡി പ്രൊമോട്ട് ഡൗറി ആസ് എ കൾച്ചറൽ ട്രഡീഷൻ. അപ്പം എങ്ങനെയാണ് ഇതിനെ കോമ്പാറ്റ് ചെയ്യുന്നത്? ആൻസർ എ ആണ് അല്ലേ. ജെൻഡർ ഈക്വാലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുക, ഡൗറിയുടെ ഇൽ ഇഫക്റ്റുകൾ നെഗറ്റീവ് വശങ്ങൾ ആളുകൾക്ക് അതിനെക്കുറിച്ചുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക. സ്പ്രെഡിങ് അവെയർനെസ് എമംഗ് ബ്രൈഡ്സ് ആൻഡ് ദെയർ ഫാമിലീസ് ഈസ് മോർ ദാൻ ഇനഫ് ടു സ്റ്റോപ്പ് ദിസ് എവിൾ സിസ്റ്റം ആസ് ഇറ്റ് ഈസ് important to educate people of their rights so that they can practice them when someone demand dowry അല്ലേ. സ്പ്രെഡിങ് അവെയർനെസ് എമംഗ് ബ്രൈഡ്സ് അല്ലേ, ബ്രൈഡ്സിൻ്റെ ഇടയിലും അവരുടെ ഫാമിലീസിൻ്റെ ഇടയിലും ഒരു അവെയർനെസ് കൊടുക്കുക അല്ലേ. ഈ ഒരു എവിൾ സിസ്റ്റം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അല്ലേ, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക അല്ലേ. അതുപോലെ തന്നെ ഡൗറി ഡിമാൻഡിനെ കുറിച്ച് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. To end this heinous social practice, the government has made a law to refrain people from taking dowry under the Act of 1961. Create awareness in our community against dowry, promote gender equality and educate people about the ill effect of dowry. കമ്മ്യൂണിറ്റിയിൽ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, ജെൻഡർ ഈക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുക, പീപ്പിൾസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. then അടുത്തത് വാട്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കൺസ്യൂമറിസം അല്ലേ. താഴെ തന്നിരിക്കുന്നവരിൽ കൺസ്യൂമറിസത്തിൻ്റെ എക്സാമ്പിൾ എന്താണ്? ഓപ്ഷൻ എ റീസൈക്ലിംഗ് ഓൾഡ് മൊബൈൽ ഡിവൈസസ്, ബി യൂസിങ് ഇലക്ട്രോണിക് ഡിവൈസ് ഫോർ സെവറൽ ഇയേഴ്സ്, ആൻഡ് ഓപ്ഷൻ സി അബാൻഡനിങ് ഫങ്ഷണൽ ഡിവൈസ് ഫോർ ന്യൂവർ മോഡൽസ്, ആൻഡ് ഡി എംബ്രൈസിങ് സസ്റ്റൈനബിൾ ടെക്നോളജി. ഇതിൽ ഏതാണ് കൺസ്യൂമറിസത്തിൻ്റെ എക്സാമ്പിൾ? ഏതാണ്? ആൻസർ സി ആണ് വരുന്നത്. അബാൻഡനിങ് ഫങ്ഷണൽ ഡിവൈസ് ഫോർ ന്യൂവർ മോഡൽസ് ഈസ് ഇൻഡീഡ് ആൻ എക്സാമ്പിൾ ഓഫ് കൺസ്യൂമറിസം അല്ലേ. നമ്മൾ ന്യൂവർ മോഡൽസിൻ്റെ ഫങ്ഷണൽ ഡിവൈസിൻ്റെ അബാൻഡ് ചെയ്യുന്നതിന് നമ്മൾ എന്താണ് കൺസ്യൂമറിസത്തിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. This behavior reflect the trend of constantly seeking and acquiring the latest version or models of product even when the existing ones are still in good working condition അല്ലേ. ഈ ഒരു ദിസ് ബിഹേവിയർ റിഫ്ലക്ട് എന്തൊക്കെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്? ദ ട്രെൻഡ് ഓഫ് കോൺസ്റ്റൻ്റ്ലി സീക്കിങ് ആൻഡ് അക്യൂറിങ് ദ ലേറ്റസ്റ്റ് വേർഷൻ ഓർ മോഡൽസ് ഓഫ് പ്രൊഡക്റ്റ് അല്ലേ. നമ്മൾ ഒന്നിൻ്റെ പുതിയ മോഡലുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുക അല്ലേ. ഈവൻ വെൻ ദ എക്സിറ്റിംഗ് വൺസ് ആർ സ്റ്റിൽ ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. ഇപ്പോൾ നമുക്കൊരു ഫോണുണ്ട്, ഒരു ഐഫോൺ 30 Pro നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഒരു ഐഫോൺ 16 നമ്മുടെ കയ്യിലുണ്ട്, ഇറ്റ്സ് ഗുഡ് വർക്കിംഗ് ആണ്. 17 ഇറങ്ങിയപ്പോൾ നമ്മളത് വാങ്ങാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാവില്ലേ. ദാറ്റ്സ് ഇറ്റ്. This practice often driven by the desire for novelty, perceived status associated with owning the latest technology and the influence of marketing and advertising. Then 23 അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഈസ് കൺസ്യൂമറിസം ഡിസ്ക്രൈബ്ഡ് ഇൻ സോഷ്യോളജി. സോഷ്യോളജിയിൽ എന്താണ് ഈ കൺസ്യൂമറിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എ പ്രോസസ് ഓഫ് സെല്ലിംഗ് ഗുഡ്സ് സെല് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സ്. ബി എ പ്രോസസ് ഓഫ് കണ്ടിന്യൂസ് മെറ്റീരിയൽ ഗുഡ്സ് കൺസപ്ഷൻ. ഓപ്ഷൻ സി എ പ്രോസസ് ഓഫ് ബാർട്ടറിങ് ഗുഡ്സ്. ഡി എ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് ഗുഡ്സ്. എന്താണ് ആൻസർ വരുന്നത്? ആൻസർ എ ആണ് അല്ലേ. എ പ്രോസസ് ഓഫ് സെല്ലിംഗ് ഗുഡ്സ് വാങ്ങിക്കുക എന്നതാണ് സോഷ്യോളജിയിൽ കൺസ്യൂമറിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. In sociology, consumerism is described as social and economic order that encourages the acquisition and consumption of goods and services in ever increasing amounts. അല്ലേ, സോഷ്യോളജിയിൽ കൺസ്യൂമറിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് ഓർഡർ ആണ്. അത് എന്തിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്? അക്വിസിഷൻ, അതുപോലെ തന്നെ കൺസപ്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ, എവർ ഇൻക്രീസിങ് എമൗണ്ട്. It goes beyond the mere process of continuous material goods consumption and involve broader social and cultural implications. Consumerism thus involves the continuous consumption of material goods, often driven by the desire for the latest product trends or upgrades. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, how is dowry defined under section 2 of the Dowry Prohibition Act? ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പ്രകാരം സെക്ഷൻ 2-ൽ ഡൗറി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ എനി ഗിഫ്റ്റ് ഗിവൺ ടു ഫ്രണ്ട്സ്. ഓപ്ഷൻ ബി എനി പ്രോപ്പർട്ടി ഓർ വാല്യുബിൾ സെക്യൂരിറ്റി ഗിവൺ ഇൻ കണക്ഷൻ വിത്ത് മാരേജ്. ആൻഡ് ഓപ്ഷൻ സി പേയ്മെൻറ്റ് മെയ്ഡ് ഫോർ സർവീസസ്. ആൻഡ് ഓപ്ഷൻ ഡി ഇൻഹെറിറ്റൻസ് റിസീവ്ഡ് ആഫ്റ്റർ മാരേജ്. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ ബി ആണ് വരുന്നത് അല്ലേ. എന്താണ് ആൻസർ ബി? എനി പ്രോപ്പർട്ടി ഓർ വാല്യുബിൾ സെക്യൂരിറ്റി given in connection with marriage. The Dowry Prohibition Act under section 2 defines dowry as any property or valuable security given or agreed to be given directly or indirectly in connection with marriage. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തു.
ഡൗറി ഇൻക്ലൂഡ് ബോത്ത് ടാഞ്ചിബിൾ അസെറ്റ് അല്ലേ, നമുക്ക് കാണാൻ പറ്റുന്നതും ഇൻടാഞ്ചിബിൾ അസെറ്റ് കാണാൻ പറ്റാത്തതും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലേ. ദിസ് ക്യാൻ എൻകോംപാസ് എ വൈഡ് റേഞ്ച് ഓഫ് ഐറ്റം സച്ച് ആസ് ക്യാഷ്, ജ്വല്ലറി, ലാൻഡ്, vehicles and other valuable possessions. The definition covers both the act of giving dowry and the commitment or agreement to provide dowry in the future. Even if the transfer of property, valuable security has not taken place yet, but it is promised or agreed upon, it falls under the purview of dowry. Dowry can be given directly by the bride's family to the groom or indirectly through intermediaries. അല്ലേ, ഒന്നല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് വഴി കൊടുക്കും. The act aims to address not only obvious transaction but also any form of indirect exchange that may occur in connection with the marriage. 25th question. Which social problem is commonly associated with the legislation on child right? അല്ലേ, കുട്ടികളുടെ അവകാശങ്ങളുമായിട്ട് കോമൺലി അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു സോഷ്യൽ പ്രോബ്ലം എന്താണ്? ഡ്രഗ് അഡിക്ഷൻ ആണോ, ചൈൽഡ് അബ്യൂസ് ആണോ, ഡൗറി ആണോ, ആൽക്കഹോളിസ് ആണോ? കുട്ടികൾ അല്ലേ, അപ്പോൾ തന്നെ നമുക്കറിയാം ആൻസർ ബി ആണ് അല്ലേ, ചൈൽഡ് അബ്യൂസ് ആണ് വരുന്നത് അല്ലേ. കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും വലിയ സോഷ്യൽ പ്രോബ്ലം എന്താണ്? ചൈൽഡ് അബ്യൂസ് ആണ്. Legislation on child right is commonly associated with addressing the social problem of child abuse. Child right laws and regulations are designed to protect the welfare and well-being of children and ensure that they are safeguarded from various forms of abuse, exploitation and neglect. ചൈൽഡ് റൈറ്റുമായിട്ടുള്ള അല്ലെങ്കിൽ ചൈൽഡ് റൈറ്റിലെ ലോ ആൻഡ് റെഗുലേഷൻ എന്നത് ഡിസൈൻ ചെയ്യുന്നത് ടു പ്രൊട്ടക്ട് ദ വെൽഫെയർ ആൻഡ് വെൽബീയിങ് ഓഫ് ചിൽഡ്രൻ അല്ലേ, കുട്ടികളുടെ ക്ഷേമത്തിനും അല്ലെങ്കിൽ അവരുടെ ഒരു വെൽബീയിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ആൻഡ് എൻഷുർ ദാറ്റ് ദേ ആർ സേഫ് ഗാർഡ് ഫ്രം വേരിയസ് ഫോംസ് ഓഫ് അബ്യൂസ്, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് നെഗ്ലക്റ്റ്. അവർ പലതരത്തിലുള്ള അബ്യൂസിൽ നിന്നും എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും നെഗ്ലക്റ്റിൽ നിന്നും അവരെ സേഫ് ഗാർഡ് ചെയ്യുക എന്നതും ഈ പറയുന്ന അവകാശങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ചൈൽഡ് റൈറ്റ് legislation typically covers a range of issues including protection from physical, emotional and sexual abuse as well as provision for education, health care and overall development. അല്ലേ, ചൈൽഡ് റൈറ്റ് ലെജിസ്ലേഷൻ പ്രധാനമായിട്ടും കവർ ചെയ്യുന്നത് ഇഷ്യൂസ് എന്ന് പറയുന്നത് ഫിസിക്കൽ, ഇമോഷണൽ, സെക്ഷൽ അബ്യൂസിൽ നിന്ന് കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ കൊടുക്കുക, അവർക്ക് വേണ്ട ഹെൽത്ത് കെയർ കൊടുക്കുക, അവരുടെ ഒരു ഓവറോൾ ഡെവലപ്മെൻ്റ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. Such laws emphasize the fundamental rights of children to live in a safe and nurturing environment free from violence and harm. അവർക്ക് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഇടം കൊടുക്കുക, അതുപോലെ തന്നെ അവരെ വയലൻസിൽ നിന്നും ഹാമിൽ നിന്നും ഫ്രീ ആക്കുക എന്നതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then അടുത്ത ക്വസ്റ്റ്യൻ, കൺസ്യൂമറിസം ഈസ് ഓഫൺ അസോസിയേറ്റഡ് വിത്ത്. താഴെ തന്നിരിക്കുന്നതിൽ കൺസ്യൂമറിസം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? സേവിങ് മണി, മിനിമലിസം, മെറ്റീരിയലിസം, എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ. ആൻസർ വരുന്നത് സി ആണല്ലേ. എന്താണ്? മെറ്റീരിയലിസമായിട്ടാണ് കൺസ്യൂമറിസം ഓഫൺ ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് മെറ്റീരിയലിസം. എംഫസൈസിങ് the pursuit and acquisition of material possession as integral to one's identity and satisfaction. In this socio-economic context, the accumulation of goods is often considered a measure of success or societal status. The intertwining of consumerism and materialism fosters a culture where the relentless pursuit of product becomes a primary focus, impacting individuals and shaping societal values. This connection underscores the significance of material possession in the consumer-driven landscape. 27th question, the term white collar crime was coined by. അല്ലേ, വൈറ്റ് കോളർ ക്രൈം എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്ത വ്യക്തി ആരാണ്? എമിൽ ദർക്കീം ആണോ, റോബർട്ട് കെർമർട്ടൺ ആണോ, എഡ്വിൻ സുദർലാൻഡ് ആണോ, ഡേവിഡ് ലേണർ ആണോ? ആൻസർ വരുന്നത് സി ആണ്. അപ്പോൾ എഡ്വിൻ സുദർലാൻഡ് ആണ് വൈറ്റ് കോളർ ക്രൈം എന്ന് പറയുന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹം ഒരു അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആണ്. ഇൻട്രൊഡ്യൂസ്ഡ് ദ ടേം വൈറ്റ് കോളർ ക്രൈം ഇൻ ദ ലേറ്റ് 1930s. 1930 ശേഷമാണ് അദ്ദേഹം ഈ ഒരു ടേം യൂസ് ചെയ്തത്. ഹി ഫസ്റ്റ് യൂസ്ഡ് ദ ടേം ഇൻ എ സ്പീച്ച് ഡെലിവേർഡ് ടു ദ അമേരിക്കൻ സോഷ്യോളജിക്കൽ അസോസിയേഷൻ ഇൻ 1939. 1939 അമേരിക്കൻ സോഷ്യോളജിക്കൽ അസോസിയേഷനിൽ ആ ഒരു സമയത്ത് ഒരു സ്പീച്ചിലാണ് ഈ ഒരു ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത്. പിന്നീട് ലേറ്റർ എക്സ്പാൻഡ് ഓൺ ദ കൺസെപ്റ്റ് ഇൻ ഹിസ് ബുക്ക് ടൈറ്റിൽഡ് വൈറ്റ് കോളർ ക്രൈം പബ്ലിഷ് ഇൻ 1939. 1939 അദ്ദേഹം ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. അതിൻ്റെ പേര് വൈറ്റ് കോളർ ക്രൈം എന്നായിരുന്നു.
അപ്പോൾ അതിലും അദ്ദേഹം ഈ ഒരു ടേം യൂസ് ചെയ്തു. സുദർലാൻഡ് ഡിഫൈൻഡ് അല്ലേ, അദ്ദേഹം വൈറ്റ് കോളർ ക്രൈമിനെ എന്താണ് ഡിഫൈൻ ചെയ്തത്? as a crimes committed by individuals typically in respectable and high status position in the course of their occupation or economic activities അല്ലേ. ഈ പറയുന്ന വൈറ്റ് കോളർ ക്രൈം എന്ന് പറയുന്നത് സമൂഹത്തിൽ വളരെ ഹൈ സ്റ്റാറ്റസും പൊസിഷനും റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള വ്യക്തികൾ അവരുടെ ഒക്യുപ്പേഷനിലോ എക്കണോമിക് ആക്ടിവിറ്റീസിലോ ചെയ്യുന്ന ക്രൈമിനെയാണ് എന്ത് പറയുന്നത്? വൈറ്റ് കോളർ ക്രൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. These crimes are characterized by or violation of trust and they are often non-violent in nature. Non-violent ആയിരിക്കും നേച്ചറിൽ. എക്സാമ്പിൾസ് ഓഫ് വൈറ്റ് കോളർ ക്രൈം ഇൻക്ലൂഡ് fraud, inside trading and other financial motivated offense committed by professional and individuals. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് ദ നേച്ചർ ഓഫ് സോഷ്യൽ പ്രോബ്ലംസ് അല്ലേ. താഴെ തന്നിരിക്കുന്നതിൽ സോഷ്യൽ പ്രോബ്ലംസിൻ്റെ നേച്ചർ ഏതാണ്? റിലേറ്റീവ് കൺസെപ്റ്റ്, മൾട്ടിപ്പിൾ കോസസ്, ഡിസ്ഇൻറ്റഗ്രേറ്റീവ്, ഓൾ ഓഫ് ദി എബവ്. ആൻസർ വരുന്നത് ഡി ആണ്, ഓൾ ഓഫ് ദി എബവ് ആണ് അല്ലേ. സോഷ്യൽ പ്രോബ്ലം പൊസസ് എ മൾട്ടി ഫേസറ്റഡ് നേച്ചർ ക്യാരക്ടറൈസ്ഡ് ബൈ ബീം റിലേറ്റീവ് കൺസെപ്റ്റ് ഹാവിങ് മൾട്ടിപ്പിൾ കോസ്, ബി ഡിസ്ഇൻറ്റഗ്രേറ്റീവ്. പലതരത്തിലെ കൺസെപ്റ്റ് വരുന്നുണ്ട്, മൾട്ടിപ്പിൾ കാരണങ്ങൾ വരുന്നുണ്ട്, ഡിസ്ഇൻറ്റഗ്രേറ്റീവ് ആണ്. ദേ വേരി അക്രോസ് സൊസൈറ്റി ആൻഡ് ഓവർ ടൈം stemming from complex interplays of factors. Their disintegrative effect can lead to societal dissatisfaction and harm. Addressing them require understanding their diverse causes and their impact on social structures. Thus, social problems are not singular or simplistic issues, rather they are complex phenomena requiring comprehensive. അല്ലേ, അതായത് സോഷ്യൽ പ്രോബ്ലം എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു ഫാക്ടർ മാത്രമുള്ളതല്ല, അതൊരു കോംപ്ലക്സ് ആണ്. അതിൽ ഒരുപാട് ഘടകങ്ങൾ കൂടി ചേരുമ്പോഴാണ് എന്ത് വരുന്നത്? നമ്മുടെ ഈ സോഷ്യൽ പ്രോബ്ലംസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ഓഫീസായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.